ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്നൊരു അറബിക് റെസിപ്പി ആയിട്ടുള്ള ചിക്കൻ മധൂദ് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം കേട്ടോ. അതിനാദ്യം തന്നെ ചൂട് കട്ടിയുള്ള അത്യാവശ്യം വലുപ്പമുള്ള ഒരു പാത്രം നമുക്ക് സ്റ്റൗവിൽ വയ്ക്കാം. ഇനി ചൂടായി വരുമ്പം ഏതെങ്കിലും ഒരു കുക്കിംഗ് ഓയിൽ ചേർക്കാമേ. ഞാനിതിലേക്ക് ഒലിവ് ഓയിലാട്ടോ ചേർത്തത്. പിന്നെ 10-15 കുരുമുളക്, ഒരു 10 ഗ്രാമ്പു, 2-3 കഷ്ണം ചെറിയ കറുവാപ്പട്ട, പിന്നെ നമ്മുടെ ടേസ്റ്റിനും മണത്തിനും വേണ്ടി 5-6 ഏലക്ക, ബേ ലീഫ് ഉണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ഇതൊന്ന് ചൂടായി വരുന്നവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച സവാളയാണ് കേട്ടോ. 3 മീഡിയം സൈസ് സവാളയും ഞാനെടുത്തേക്കുന്നത്. ഇത് വെളുത്ത സവാളയാണ്. നമ്മൾ ഈ പ്രാവശ്യം ഷോപ്പിൽ പോയപ്പം വെളുത്ത സവാള വാങ്ങിച്ചുകൊണ്ടാട്ടോ ഈ കളറിലിരിക്കുന്നത്. ഇനി ഇതിലേക്ക് 2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കി ചേർക്കാം. ഇനി നമുക്ക് 2 മീഡിയം സൈസ് തക്കാളി പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് അരച്ച് ചേർത്ത് കൊടുക്കാവേ. ഞാൻ ഒട്ടും വെള്ളം ചേർത്തിട്ടില്ല കേട്ടോ. ഇനി നമുക്ക് റെഡിമെയ്ഡായിട്ടുള്ള തക്കാളി പേസ്റ്റ് വാങ്ങാൻ കിട്ടുമെങ്കിൽ അത് ചേർത്താൽ മതി. ഇതും നല്ലപോലെ ഇളക്കി ചേർത്ത് കൊടുക്കാം. ഇതിലേക്ക് ചേർക്കുന്ന മസാല എന്ന് പറഞ്ഞത് അറബിക് മസാലയാണ് കേട്ടോ. ഇനി അറബിക് മസാല കയ്യിലില്ലാത്തവർ നമ്മുടെ ചിക്കൻ മന്തി ഉണ്ടാക്കുമ്പോൾ ചേർക്കുന്ന മസാലയാണെങ്കിലും ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ അതേ സെയിം ടേസ്റ്റൊക്കെ തന്നെയാണ് ഏകദേശം നമുക്ക് കിട്ടുന്നത്. ഈ മാഗി ക്യൂബ്സ്, ചിക്കൻ മാഗി ക്യൂബ്സ് 3 ഞാൻ എടുത്തിട്ടുണ്ട്. ഈ ചിക്കൻ മാഗി ക്യൂബ്സ് കയ്യിലില്ലാതെ ചിക്കൻ സ്റ്റോക്ക് കയ്യിലുള്ളവർ അതാണെങ്കിലും ഒഴിച്ചാൽ മതി. രണ്ടിനും ഒരു ടേസ്റ്റ് തന്നെയല്ലേ. നന്നായിട്ട് പൊടിച്ച് ചേർക്കാം. അതിനുശേഷം കഴുകി വെച്ചിരിക്കുന്ന ചിക്കൻ ചേർത്ത് കൊടുക്കാം. ഇത് 1 കിലോ ചിക്കൻ ഉണ്ട് കേട്ടോ. 1.5 കിലോ അരിക്ക് 1 കിലോ ചിക്കൻ എന്ന കണക്കിനാണ് ഞാൻ എടുത്തേക്കുന്നത്. അപ്പോൾ ഒരു 5 പേർക്ക് സുഖമായിട്ട് കഴിക്കാനുള്ളത് കാണും കേട്ടോ. ഈ ചിക്കൻ ഒരു പാതി വേവാവുന്നവരെ നമുക്ക് ഈ പാത്രത്തിലിട്ട് വേവിക്കണം. കാരണം നമ്മുടെ അരി ചിക്കനും കൂടി ഒന്നിച്ച് ചേർത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ രണ്ടിൻ്റെയും വേവ് രണ്ടായി പോകുമല്ലോ. ഇത് സെല്ല ബസ്മതി റൈസാണ് ഞാനിതിലേക്ക് ചേർക്കാൻ വേണ്ടി എടുത്തിരിക്കുന്നത്. ഇത് സോക്ക് ചെയ്ത് വയ്ക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ചിക്കൻ ഒരു പാതി വേവ് വരെ വേവിച്ചെടുക്കാം. ഇത് ബ്ലാക്ക് ലെമൺ ആണ്. ഇനി ബ്ലാക്ക് ലെമൺ ഇല്ലെങ്കിൽ ഉണക്ക നാരങ്ങയോ അല്ലെങ്കിൽ അത് ഇഷ്ടമില്ലാത്തവർ ലെമൺ ജ്യൂസോ ചേർത്ത് കൊടുക്കാം. പിന്നെ 2 മീഡിയം സൈസ് ക്യാരറ്റ് ചെറുതായി അരിഞ്ഞ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം നമ്മൾ സോക്ക് ചെയ്ത് വെള്ളം മാർന്നു പോകാൻ വെച്ചിരിക്കുന്ന അരി ഇതിൻ്റെ കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. ഇത് ക്യാപ്സിക്കം, ഒരു മീഡിയം സൈസ് ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതാട്ടോ. ഇത് ഏറ്റവും അവസാനം ചേർത്താൽ മതി. കാരണം കുഴഞ്ഞു പോകരുത്. ക്യാപ്സിക്കമൊക്കെ പെട്ടെന്ന് കുഴഞ്ഞു പോകില്ല വെന്ത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് വെള്ളമാണ്. ഇത് വേവാൻ ആവശ്യമുള്ള വെള്ളം. അപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം എന്ന കണക്കിനാട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഇത് വേണമെങ്കിൽ നമുക്ക് കുക്കറിൽ വെച്ച് ഉണ്ടാക്കിയെടുക്കാം. പക്ഷേ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പാചകം അത്ര വശമില്ലാത്തവരും അതുപോലെ അരിയുടെ പാകം വേവ് അറിയാത്തവരും ആകുമ്പം ഈ കുക്കറിൽ വെച്ച് വേവിച്ചെടുത്താൽ ചിലപ്പം വെള്ളം വറ്റി ഇത് കരിഞ്ഞു പോകാനോ അല്ലെങ്കിൽ കുഴഞ്ഞു പോകാനോ ഒക്കെ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരു വലിയ പാത്രത്തിൽ നമ്മൾ ഉണ്ടാക്കുമ്പം ഇതിൻ്റെ മൂടി തുറന്ന് ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ഇത് ഇങ്ങനെ ഇളക്കി കൊടുക്കാം. അപ്പോൾ വെള്ളം കുറഞ്ഞോ കൂടിയോ എന്നൊക്കെ നമുക്കറിയാൻ പറ്റും. പിന്നെ ഈ ബ്ലാക്ക് ലെമൺ ചേർത്ത് എന്താണെന്ന് വെച്ചാൽ ഒട്ടുമിക്ക അറബിക് റെസിപ്പികൾക്കും ഒരു സ്മോക്ക്ഡ് ടേസ്റ്റാണ് അല്ലേ. അപ്പോൾ ഇത് ഇഷ്ടമുള്ളവർക്ക് ഈ ബ്ലാക്ക് ലെമൺ ചേർക്കാം കേട്ടോ. ഈ സ്മോക്കി ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർ ലെമൺ ജ്യൂസ് ചേർത്ത് കൊടുത്താലും മതി. പിന്നെ നമ്മളിങ്ങനെ അടച്ച് വെച്ച് വേവിക്കുമ്പം ഇടയ്ക്കിടയ്ക്ക് നമുക്കിങ്ങനെ ഇത് പൊക്കി നോക്കി മൂടി പൊക്കി നോക്കിയിട്ട് നമുക്കിത് വെന്തോ ഇല്ലയോ എന്ന് അറിയാൻ പറ്റും. ഇത് വെന്തിട്ടില്ല, കുറച്ചുകൂടി വെള്ളമുണ്ട്. അപ്പോൾ നമുക്കിത് വീണ്ടും ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമുക്ക് പാത്രത്തിൻ്റെ മൂടി വെച്ച് അടച്ച് കുറച്ച് നേരം കൂടി വെയിറ്റ് ചെയ്യാം. മാക്സിമം ഒരു 15 മിനിറ്റ് മതി കേട്ടോ ഈ സെല്ല ബസ്മതി റൈസ് വെന്ത് കിട്ടാനായിട്ട്. അത്രയും സമയം കൊണ്ട് നമുക്കിത് പ്രിപ്പയർ ചെയ്തെടുക്കാം. അപ്പോഴേക്കും നമ്മുടെ ചിക്കൻ കഷ്ണങ്ങൾ നന്നായിട്ട് വെന്ത് ഇതിനോട് കൂടി ചേർന്നിട്ടുണ്ടാവും. എന്നും ബിരിയാണി കഴിച്ച് മടുക്കുന്നവർക്കോ അല്ലെങ്കിൽ ബിരിയാണിയുടെ ആ സ്പൈസിനെസ്സും പിന്നെ ഓവർ മസാലയുടെ അതിപ്രസരമൊന്നും ഇഷ്ടമില്ലാത്തവർക്കും ഇത് നല്ലൊരു റെസിപ്പി ആയിരിക്കും. എല്ലാ ഞായറാഴ്ചകളിലും സെയിം തന്നെ ഉണ്ടാക്കി കഴിക്കുന്നേക്കാളും നല്ലത് ഇങ്ങനെയൊരു റെസിപ്പി നിങ്ങൾ ട്രൈ ചെയ്യുന്നതായിരിക്കും. ഒത്തിരി എരിവൊന്നും ഇല്ലാത്തതുകൊണ്ട് പിള്ളേർക്കും ഇത് ഇഷ്ടപ്പെടും. പിന്നെ ഈ വെജിറ്റബിൾസൊക്കെ കിടക്കുന്നതുകൊണ്ട് ഒരു കളർഫുള്ളായിട്ടും തോന്നുമല്ലോ. അപ്പോൾ നമ്മുടെ ചിക്കൻ മധൂദ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ചൂടോടെ തന്നെ പ്ലേറ്റിലോട്ട് വിളമ്പി കഴിക്കാം. ഇതിന് സൈഡ് ഡിഷായിട്ട് മയോനൈസോ അല്ലെങ്കിൽ ചിക്കൻ മന്തിക്ക് നമ്മൾ ഉണ്ടാക്കുന്ന തക്കാളി ചേർത്തിട്ടുള്ള ആ ചമ്മന്തിയൊക്കെ നല്ലൊരു കോമ്പിനേഷനാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ സിമ്പിൾ ചിക്കൻ മധൂദ് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്.